സോ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഓക്കെ. So last class we have gone through some of the basics, അല്ലെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ കാണുകയുണ്ടായത്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് റീകളക്ട് ചെയ്യാൻ നോക്കാം. മെയിനായിട്ട് നമ്മൾ നോക്കിയത് വാട്ട് യു മീൻ ബൈ എ വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ എ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് കണ്ടു. അപ്പോൾ ഏറ്റവും നമ്മൾ കണ്ടത് വി വർ ജസ്റ്റ് ഹാവിങ് ലാമ്പ് വെച്ച് ഞാൻ കാണിച്ചു. സോ ജനറലി ഇനിയിപ്പോൾ ഞാൻ ലാമ്പ് എന്നുള്ള സ്ഥാനത്ത് ഞാൻ വെറുതെ ഒരു റെസിസ്റ്റൻസ് മാത്രമായിട്ട് ഇവിടെ കാണിക്കുന്നു. ഓക്കെ. സോ ഈ റെസിസ്റ്റൻസിലേക്ക് നമുക്ക് ഒരു EMF സോഴ്സ് കൊടുക്കണം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ DC സോഴ്സ് മാത്രമാണ് കണ്ടത്. സോ ദിസ് ഇസ് മൈ EMF സോഴ്സ്, അല്ലേ. EMF സോഴ്സ് ഇവിടെ കൊടുത്തു. അപ്പം നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് ആർ മൂവിങ് ഫ്രം നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ടു ദി positive terminal of the battery, and in other words the current is moving from in the opposite direction. So current direction is always in the opposite direction of the electron direction. So current is always moving from the positive terminal of the battery to the negative terminal of the battery, and the current is defined as the rate of change of charge. So how much amount of charge is moving for a particular duration of time. So we have defined as I is equal to Q divided by T in the defined I. Then we have seen what do you mean by Ohm's law. Then in the potential that we have seen, potential difference also we have seen. That is, for example, if I am denoting this point as A and this point as B, okay, and VA is the or VB is the potential at a point B, and VA is the potential at the point A. So how the potential was defined? നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിൽ നിന്നും ഒരു കൂളംബ് ഓഫ് ചാർജിനെ ബി എന്ന പോയിന്റിലേക്ക് എത്തിക്കാൻ എത്ര വർക്ക് എടുക്കുന്നോ അത് തന്നെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പഠിച്ചു, അല്ലേ. വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ദി ചാർജ് എന്ന് പഠിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഓരോ പോയിന്റ് എടുക്കുന്ന സമയത്ത് ഓരോ പോയിന്റിൽ ഓരോ പൊട്ടൻഷ്യലാണ്. കാരണം ഓരോ പോയിന്റിലേക്ക് ചാർജിനെ കൊണ്ടുവരാനുള്ള എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഡിഫറെന്റ് ആണ്. സോ നമ്മൾ B എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ VB എന്നും A എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ VA എന്നും എടുക്കുകയാണെങ്കിൽ VB minus VA, that's the difference between the potential at the B and A, is known as VBA. And this VBA is known as the potential difference. This is known as the potential difference. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടെന്തായിരുന്നു വാട്ട് യു മീൻ ബൈ ഓംസ് ലോ. ഓക്കെ, ഒരു ലീനിയർ സർക്യൂട്ടിനകത്ത്, ഒരു ലീനിയർ എലമെന്റ്സ് ഉള്ള ഒരു സർക്യൂട്ടിനകത്ത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ the amount of potential applied will be always proportional to the current flowing through that. And we have seen that this is known as Ohm's law. This is known as Ohm's law. Okay. And this proportionality constant, we have told it as it is equal to R into I, where R is known as the resistance. The കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്ന് ജസ്റ്റ് ഓടിച്ച് പറയണേ. This is known as the resistance. Okay. പിന്നെ അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ഇഫ് V is equal to R into I, the current through a circuit we can find as V divided by R. This is also possible. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 50 വോൾട്ടും റെസിസ്റ്റൻസിന്റെ വാല്യൂ, അപ്പൊ നമുക്കറിയാം വോൾട്ട് എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ്. ഈ കൊടുത്ത റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ohms ആണെന്ന് വിചാരിക്കാം. So recollect that the unit of the resistance is ohm. എന്താണ് റെസിസ്റ്റൻസ്? Resistance is the hindrance offered by the substance to the flow of current through that. ആ എലമെന്റിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനെ അത് തന്നെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് വളരെ കൂടുതലുള്ള ഡിവൈസ് ആണെങ്കിൽ അതിലൂടെ പോകുന്ന കറണ്ട് വളരെ കുറവായിരിക്കും.
റെസിസ്റ്റൻസിന്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ അതിലൂടെ പോകുന്ന കറണ്ട് വളരെ കൂടുതലായിരിക്കും. ഇൻവേഴ്സ്ലായിട്ട് ഐ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. അപ്പൊ ഈ കേസിൽ നമുക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് ഞാൻ 50 വോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ 10 ഓം ആണ്. ഇത് വോൾട്ട് ആണ്, ഇത് ഓം ആണ്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ദിസ് കറണ്ട് ഈസ് ഈക്വൽ ടു 5 amperes. So in this way, we can find the current also through a circuit. So this is the relation between the voltage and the current in a DC circuit. So finally, we have drawn a graph also that if we are drawing time in the x-axis and the value of the voltage or the current at the x-axis, നമുക്കിത് എങ്ങനെ വരയ്ക്കാം? 50 വോൾട്ട് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് എനിക്കുള്ളത്. 50 വോൾട്ട് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ. 50 വോൾട്ട് എന്നുള്ള കോൺസ്റ്റന്റ് വാല്യൂ കൊടുത്തപ്പം അത് സർക്യൂട്ട് കൂടെ പോയ കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്. ആ 5 ആംപിയർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സോഴ്സസിന് നമ്മൾ പറയുന്ന പേരാണ് DC സോഴ്സ്, DC വോൾട്ടേജ് സോഴ്സ്. ആ DC വോൾട്ടേജ് സോഴ്സ് കാരണം ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അതിനെ നമ്മൾ ഡയറക്റ്റ് കറണ്ട് അഥവാ DC എന്ന് പറയും. അപ്പൊ അതാണ് ഈ ഗ്രാഫിനകത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ചതും ഈ ഗ്രാഫിൽ ഈ സ്ലൈഡിൽ ആദ്യത്തെ ഗ്രാഫായിട്ട് കാണിച്ചിരിക്കുന്നതുമാണ് DC. ഈ DC ആകുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ടൈം മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ വോൾട്ടേജിന്റെ വാല്യൂ മാറുന്നില്ല. ഇറ്റ് ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ്. സോ വാട്ട് വി ക്യാൻ ഡു ഈസ് ദാറ്റ്, ഓർ വാട്ട് വി ക്യാൻ ഡിഫൈൻ ഈസ് ദാറ്റ് ദ ചാർജ് ഫ്ലോ ഈസ് ഓൾവേസ് യൂണി ഡയറക്ഷണൽ. ചാർജിന്റെ ഫ്ലോ അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനോ ചാർജ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനോ ഒരിക്കലും മാറുന്നില്ല. അപ്പോൾ ഞാൻ ആ സർക്യൂട്ട് ഒന്നുകൂടി ഞാൻ ഇവിടെ വരയ്ക്കാം. ഞാൻ ഇങ്ങനെ ഒരു വോൾട്ടേജ് സോഴ്സ് ഇവിടെ ഒരു റെസിസ്റ്റൻസിന് അക്രോസ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഈ കൊടുക്കുന്ന സോഴ്സ് ഒരു DC സോഴ്സ് ആണെങ്കിൽ അഥവാ ഒരു DC വോൾട്ടേജ് ആണെങ്കിൽ, ഇവിടെ കൊടുക്കുന്ന DC വോൾട്ടേജ് ആണെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും ഈ ഡയറക്ഷനിലാണ്, മാറില്ല. ഇലക്ട്രോൺസ് ഞാൻ ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്ന ഡയറക്ഷനിലൂടെ ഫ്ലോ ചെയ്യും. ഈ തിക്ക് ലൈൻ കാണിച്ചിരിക്കുന്നതായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇത് ഇലക്ട്രോൺ, ഇത് കറണ്ട്. ഈ ഡയറക്ഷൻസ് ഒരിക്കലും മാറില്ല. So what we can do is that the current always flows in the unidirection. The direction always remains the same. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ സോഴ്സുകളാണ് നമ്മൾ DC സോഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് DC സോഴ്സ് മാത്രമാണ്. ഇനി ഇത് കൂടാതെ നമുക്കുള്ള വേറൊരു സോഴ്സ് ആണ് AC വോൾട്ടേജ് സോഴ്സ്. ആൻഡ് AC സ്റ്റാൻഡ്സ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പൊ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ഞാൻ ഇവിടെ ഒരു വേവ് ഫോം ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ കാണാം, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ സിഗ്നല് പോസിറ്റീവിലുമാണ്, കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ സിഗ്നല് നെഗറ്റീവിലുമാണ്. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന വാല്യൂ ആണല്ലോ, എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്ന വാല്യൂ ആണ്. അപ്പൊ കുറച്ച് നേരത്തേക്ക് ആ സിഗ്നൽ എടുക്കുന്ന വാല്യൂസ് പോസിറ്റീവുമാണ്, കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ സിഗ്നൽ എടുക്കുന്ന വാല്യൂ നെഗറ്റീവുമാണ്. അത് കൂടാതെ തന്നെ ഈ പോസിറ്റീവും നെഗറ്റീവും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഒരു പോയിന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ പോയിന്റിലാണ് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് ദ സിഗ്നൽ വാല്യൂ ഈസ് 0. അപ്പൊ അങ്ങനെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് സീറോ ക്രോസിംഗ് പോയിന്റ്. കാരണം ആ പോയിന്റിൽ മാത്രമേ ഉള്ളൂ സിഗ്നലിന്റെ വാല്യൂ 0. അപ്പോ ഒരു ഡയറക്റ്റ് കറണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു AC ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂസും ഉണ്ടാവും, അതിന് നെഗറ്റീവ് വാല്യൂസും അതിനുണ്ടാവും. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് 0യും ഉണ്ടാവും. അപ്പോൾ ഒരു പോസിറ്റീവ് സെറ്റ് ഓഫ് വാല്യൂസ്, പിന്നൊരു 0, പിന്നൊരു നെഗറ്റീവ് സെറ്റ് ഓഫ് വാല്യൂസ്, വീണ്ടും 0. ഇത് കണ്ടോ, ഇതും 0 ആണ്, ഇതും 0 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയാണ് ജനറലി ഈ ഒരു വേവ് ഫോമിന്റെ, AC വേവ് ഫോമിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, DC ആകുമ്പോഴത്തേക്കും നമുക്ക് പോസിറ്റീവ് വാല്യൂ മാത്രം, അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് സോഴ്സസ് ഉണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നെഗറ്റീവ് വോൾട്ടേജ് മാത്രം. അപ്പോൾ AC ആവുന്ന സമയത്ത് എന്താ ചെയ്യുക? വിൽ ബി ഹാവിങ് എ പോസിറ്റീവ് സെറ്റ് ഓഫ് വോൾട്ടേജ് ഫോർ സം ടൈം,
നെഗറ്റീവ് സെറ്റ് ഓഫ് വോൾട്ടേജ് അനദർ സെറ്റ് ഓഫ് ടൈം. അത് കൂടാതെ എന്താ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വാല്യൂ 0 ആണ്. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്തും വാല്യൂ 0 ആണ്. ഓക്കെ, സോ പോസിറ്റീവ് വാല്യൂസ് ഉണ്ടാവും ആ സിഗ്നലിന്, നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവും ആ സിഗ്നലിന്, ചില സമയത്ത് 0 എന്ന് പറയുന്ന വാല്യൂസും അതിനുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ പറയാം? ലാസ്റ്റ് എഴുതിയ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ദ മാഗ്നിറ്റ്യൂഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇതിന്റെ വാല്യൂ ഇപ്പൊ നമ്മൾ DC ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഇത് 5 വോൾട്ട് ആണ്. അപ്പൊ നമ്മളൊരു ബാറ്ററി വാങ്ങിക്കുക കടയിൽ പോയിട്ട്, ഒരു 5 വോൾട്ട് ബാറ്ററി എന്ന് പറഞ്ഞാൽ ആ ബാറ്ററിയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ട് ആയിരിക്കും എപ്പോഴും, അത് മാറില്ല അല്ലെ. പക്ഷെ ഒരു AC സിഗ്നലിന്റെ കേസ് അങ്ങനെയല്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ ചേഞ്ച് ചെയ്യുന്ന കാരണം എന്താ, പോസിറ്റീവ് വാല്യൂസ് ഉണ്ടാവും അതിന്, നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവും അതിന്, അത് കൂടാതെ തന്നെ ഒരു ചില സമയങ്ങളിൽ 0 ഉണ്ടാവും. അപ്പൊ ഒരു AC സിഗ്നലിന് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു AC സിഗ്നലാണ് സൈൻ വേവ്. ഇപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നതും സൈൻ വേവിനെ തന്നെയാണ്. ഇത് കൂടാതെ വേറെ തരത്തിലുള്ള AC സിഗ്നൽസ് ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ നമ്മളിപ്പോ ഇതുവരെ നോക്കിയിരുന്നതിനെ ഞാൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. So the same circuit I am having. So the thing is that instead of DC voltage, here I am having an AC source. Here I am having an AC source. AC സോഴ്സിനെ റെപ്രസെന്റ് ചെയ്ത് ഒരു സൈൻ വേവ് പോലെ ഇവിടെ കാണിച്ചു. ഞാൻ പറഞ്ഞു സൈൻ വേവ്, അതിനൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലേക്ക് വരാം, അത് കൊടുത്തു. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഞാൻ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കുറച്ച് സമയങ്ങളിൽ ഇതിന് പോസിറ്റീവ് ഉണ്ടാവും, കുറച്ച് സമയങ്ങളിൽ നെഗറ്റീവ് ഉണ്ടാവും, വീണ്ടും പോസിറ്റീവ് ഉണ്ടാവും, വീണ്ടും നെഗറ്റീവ് ഉണ്ടാവും, എക്സെട്ര. അപ്പൊ ഇങ്ങനൊരു വോൾട്ടേജ് കൊടുക്കുന്നത് കൊണ്ട് കറണ്ട് എന്ന് പറയുന്നതും ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. കുറെ സമയം ഇതിന് പോസിറ്റീവ് ആയിരിക്കും, കുറെ സമയം നെഗറ്റീവ് ആയിരിക്കും, പിന്നെയും കുറെ സമയം പോസിറ്റീവ് ആയിരിക്കും, പിന്നെയും കുറെ സമയം നെഗറ്റീവ് ആയിരിക്കും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനൊരു ഡയറക്ഷനില. ഒരു ഡയറക്ഷൻ നമ്മൾ കാണിച്ചാലും ആ ഡയറക്ഷൻ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത്, വരുമ്പോൾ ഇത് കണ്ടോ, എല്ലാ വാല്യൂസും പോസിറ്റീവാണ്. ഈ ഒരു സൈക്കിളിനകത്ത് എല്ലാ വാല്യൂസും പോസിറ്റീവ്. ആ പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് പലതും പലതാണെന്നേ ഉള്ളൂ, പക്ഷെ ഇതിന്റെ വാല്യൂ പോസിറ്റീവാണ്. അപ്പൊ വാല്യൂ പോസിറ്റീവ് ആവുന്ന നമുക്ക് എന്തെടുക്കാം, ഇതിനെ നമ്മളിപ്പോ ഒരു DC സോഴ്സ് എടുത്ത പോലെ തന്നെ എടുക്കാം. മുകളിൽ എനിക്ക് പോസിറ്റീവും താഴെ എനിക്ക് നെഗറ്റീവും എന്നെടുക്കാം. അപ്പൊ എന്താ ചെയ്യുക, നിങ്ങളുടെ കറണ്ട് ഫ്ലോ ചെയ്യുക പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് നിങ്ങളുടെ കറണ്ട് ഫ്ലോ ചെയ്യും, ശരിയല്ലേ? പക്ഷേ വാട്ട് ഹാപ്പൻസ് ഹിയർ ഈസ് ദാറ്റ് കുറച്ച് നേരം കഴിഞ്ഞാൽ എൻ്റെ വോൾട്ടേജ് നെഗറ്റീവായി മാറി. ഇവിടെ നോക്കുക, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട് കേട്ടോ. ഞാൻ ഗ്രീൻ ആയിട്ട് വരച്ചിരിക്കുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നിങ്ങളുടെ സിഗ്നലിന്റെ വാല്യൂ ഇപ്പം നെഗറ്റീവായി. ഇപ്പൊ നെഗറ്റീവ് ആകുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ മുകളിൽ നെഗറ്റീവും താഴെ പോസിറ്റീവായി. അതായത് എൻ്റെ DC വോൾട്ടേജ് സോഴ്സ്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഞാൻ കൺസിഡർ ചെയ്തത് പ്ലസ് മൈനസ് എന്നാണെങ്കിൽ, ദിസ് ഈസ് ഫോർ ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് കൺസിഡർ ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് എന്ന് കൺസിഡർ ചെയ്യണം. ദിസ് ഈസ് ഫോർ ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ AC സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് നമുക്ക് ബാറ്ററി തല തിരിച്ചു കൊടുത്ത പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ എന്താ വരിക, മുകളിൽ അത് നമുക്കറിയാലോ, ബാറ്ററിയുടെ ബിഗർ എൻഡ് പോസിറ്റീവും സ്മോളർ ലൈൻ നെഗറ്റീവും. അപ്പൊ ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും. അപ്പോൾ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പം നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ടിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയി, ആദ്യം ഫ്ലോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഇവിടെ നോക്കിയേ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് നെഗറ്റീവായി. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കറണ്ട് ക്യാൻ ബി കൺസിഡർഡ് ആസ് നെഗറ്റീവ്. ആദ്യം പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ തിരിച്ച്, അതായത് വണ്ടി നമ്മൾ പറയാറില്ല ഫോർവേഡ് മൂവ് ചെയ്യുന്നു, റിവേഴ്സ് ഗിയർ ഇട്ടാൽ വണ്ടി റിവേഴ്സ് മൂവ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ കറണ്ട് ഒരു കുറച്ച് നേരത്തേക്ക് ഫോർവേഡ് മൂവ് ചെയ്താൽ കുറച്ച് നേരത്തേക്ക് റിവേഴ്സ് മൂവ് ചെയ്യും. അതായത് കുറച്ച് നേരത്തേക്ക് ക്ലോക്ക് വൈസ് ആയിട്ടാണ് നിങ്ങളുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കുറച്ച് നേരത്തേക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടേക്ക് മൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ കൺസെപ്റ്റ് വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന AC സോഴ്സിന് പോസിറ്റീവ് വാല്യൂസും ഉണ്ട്, നെഗറ്റീവ് വാല്യൂസും ഉണ്ട്. ആ പോസിറ്റീവ് വാല്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കറണ്ട് ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ആ സർക്യൂട്ടിലൂടെ മൂവ് ചെയ്യുന്നത്.
അതേ സോഴ്സിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് മൂവ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഡയറക്ഷൻ അങ്ങനെയാണ്. ഓക്കെ, രണ്ടാമത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ്ലി വേരിയിങ് ആണ്. ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ്ലി വേരിയിങ് ആണ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ്ലി വേരിയിങ് ആവുന്ന സമയത്ത് പല സമയത്ത് പല വാല്യൂ ആണ് ഇതിന് കിട്ടുന്നത്. ഞാൻ എടുക്കുകയാണ്, ഇതിന്റെ വാല്യൂ 5 വോൾട്ട് ആണ്. 5 വോൾട്ട് എന്ന് കൺസിഡർ ചെയ്താൽ 5 വോൾട്ട് വരെയേ ഇതിന്റെ വാല്യൂ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ സോഴ്സിൽ നിന്നും കിട്ടാവുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ് എന്നാണ്. അപ്പോൾ 5 വോൾട്ട് ആവുന്ന സമയത്ത് ഇവിടെ ലാമ്പിന്റെ ഇംപിഡൻസ് ഞാൻ കാണിച്ചിരിക്കുന്നത് 100 ആണ്. അപ്പം 5/100 എന്ന് പറയുമ്പോൾ 0.005. ആ സമയത്തുള്ള കറണ്ടിന്റെ വാല്യൂ 0.005 ആയി. വേറെ ഏതോ സമയത്ത് ഇതിന്റെ വാല്യൂ 1 വോൾട്ടേ ഉള്ളൂ. ഈ സമയത്ത് ഈ സിഗ്നലിന്റെ വാല്യൂ 1 വോൾട്ടേ ഉള്ളൂ. 1 വോൾട്ട് ആവുന്ന സമയത്തോ ഞാൻ വേണമെങ്കിൽ ചെയ്യാം. 5 വോൾട്ട് ആവുന്ന സമയത്ത് 5 വോൾട്ട് ഡിവൈഡഡ് ബൈ 100 ഓം 0.005 ആംപിയേഴ്സ്. അതിന് പകരം ഏതോ സമയത്ത് 1 വോൾട്ടേ ഉള്ളൂ. 1 വോൾട്ട് ബൈ 100 ഓം ചെയ്യുമ്പം 0.001 ആംപിയേഴ്സ്. അപ്പൊ ഈ 1 വോൾട്ട് ആവുന്ന സമയത്ത് കറണ്ടിന്റെ വാല്യൂ ഇത് എത്രയാ? 0.001 ആണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. കറണ്ടിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസും ഉണ്ട്, ആന്റി ക്ലോക്ക് വൈസും ഉണ്ട്. നിങ്ങളുടെ AC സോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ആ സമയത്ത് വോൾട്ടേജ് പോസിറ്റീവ് ആണെങ്കിൽ കറണ്ട് ക്ലോക്ക് വൈസ് മൂവ് ചെയ്യും. അതിന് പകരം ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് നെഗറ്റീവ് ആണെങ്കിൽ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് മൂവ് ചെയ്യും. രണ്ടാമതുള്ളത്, ഈ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നില്ല. ഒരു ബാറ്ററി പോലെ കോൺസ്റ്റന്റ് അല്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. സോ 2 things happens in this case. The current direction reverses for each positive and negative values. At the same time, ഇതിലുള്ള വോൾട്ടേജിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി കറണ്ടിന്റെ വാല്യൂ മാറും. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജ് ഒരു സൈൻ വേവ് ആണെങ്കിൽ നിങ്ങളുടെ കറണ്ട് എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചറും ഒരു സൈൻ വേവ് തന്നെ ആയിരിക്കും. So how can you represent the relation between the voltage and the current? ഇതിനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു AC സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ്. AC സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇവിടെ എക്സ് ആക്സിസിലുള്ളത് T ആണ് അല്ലെ, ഇവിടെ എക്സ് ആക്സിസിലുള്ളത് T ആണ്. അപ്പോൾ ഒരു DC സോഴ്സ് ഞാൻ ആദ്യമേ വരച്ചു, ഞാനത് ഒന്നുകൂടെ മുകളിൽ വരയ്ക്കാം. ഇത് കൺസെപ്റ്റ് ക്ലിയർ ആവാനാണ് ഇത് കുറെ പറയുന്നത്. അപ്പം ഒരു DC സോഴ്സ് ആകുമ്പം എൻ്റെ ഒരു DC സോഴ്സ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാറുന്നില്ല, കോൺസ്റ്റന്റ് ആയി തന്നെ നിൽക്കുന്നു. ഇതിനകത്ത് ടൈം മാറുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടൈം മാറുന്നതിനനുസരിച്ച് വോൾട്ടേജും കറണ്ടിന്റെയും വാല്യൂ മാറുന്നില്ല. പക്ഷേ AC-യിലേക്ക് വന്നപ്പോൾ എന്താ, ടൈം മാറുന്നതിനനുസരിച്ച് വോൾട്ടേജും കറണ്ടും മാറിക്കൊണ്ടിരിക്കുന്നു. സോ ഹൗ വിൽ യു റെപ്രസെന്റ് ഈസ് ദാറ്റ് ദിസ് വോൾട്ടേജ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അപ്പൊ നമ്മൾ ഇതിനെ V of T എന്ന് എഴുതും അല്ലെ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട് x², അല്ലെ. ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചാണ്. x² എന്ന് പറഞ്ഞാൽ, x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എക്സിനനുസരിച്ചിട്ട്, ഇപ്പൊ എക്സ് ആണ് നിങ്ങളുടെ വാല്യൂ എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ വാല്യൂ x² ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? f of x ഈസ് ഈക്വൽ ടു x² എന്ന് എഴുതും അല്ലെ. അത് നമുക്കറിയാം. ഞാൻ പല പല വാല്യൂസ് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എക്സ് ആക്സിസിൽ എനിക്ക് എക്സ് ആയിരിക്കും അല്ലെ. അപ്പൊ എക്സ് ആക്സിസിൽ 0 കൊടുക്കുമ്പം ഇത് y ആക്സിസിലുള്ളത് f of x ആയിരിക്കും. y ആക്സിസിലെ വാല്യൂ f of x. അപ്പൊ എക്സിന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ f of x-ന്റെ വാല്യൂ 0. എക്സിന്റെ വാല്യൂ 1 കൊടുക്കുന്ന സമയത്ത് f of x-ന്റെ വാല്യൂ 1. f of x-ന്റെ വാല്യൂ 1. അപ്പൊ എക്സിന്റെ വാല്യൂ -1 കൊടുത്താലും f of x-ന്റെ വാല്യൂ 1. ശരിയല്ലേ? ഇനി എക്സിന്റെ വാല്യൂ ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ f of x-ന്റെ വാല്യൂ 4. 2² is 4. So this value is 4. ഞാൻ -2 കൊടുത്താലോ അപ്പോഴും അതിന്റെ വാല്യൂ 4. ഓക്കെ. അപ്പൊ ഈ ഫംഗ്ഷനെ ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഇങ്ങനെ കിട്ടും.
and this is actually a parabola. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എക്സും ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സും ആണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഇനിയിപ്പോ ഒരു എ സി സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എ സി സിഗ്നൽ എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് വാല്യൂ മാറുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഡി സി ആകുമ്പോൾ അങ്ങനെയല്ല, ടൈമിനനുസരിച്ച് വാല്യൂ മാറില്ല. ഇതിനകത്ത് ടൈമിനനുസരിച്ച് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇതിനെ ഒരു ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ടാണ് എഴുതുക, വി ഓഫ് ടി എന്ന് എഴുതി. സോ വി ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വി എം ഇൻറ്റു സൈൻ ഒമേഗ ടി എന്നാണ് നമ്മുടെ ജനറലി എക്സ്പ്രഷൻ. അപ്പൊ ഇതിലെ പല കാര്യങ്ങളും ഓരോന്നും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏറ്റവും ആദ്യം ഈ ജനറൽ എക്സ്പ്രഷൻ മാത്രം നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, സൈൻ ഒമേഗ ടി, ദിസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, വി ഓഫ് ടി. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എ സി സോഴ്സിനെ ഇങ്ങനെയാണ് വരയ്ക്കുക, ഒരു സർക്കിൾ വരച്ചിട്ട് അതിനകത്തൊരു സൈൻ വേവ്. അപ്പൊ ഞാൻ ഡി സി മാറ്റി ഇപ്പൊ ഞാൻ എ സിയിലേക്ക് വന്നു. ഇവിടെ എനിക്ക് റെസിസ്റ്റൻസ് ഉണ്ട് R. ഓക്കെ, ഇവിടെ ഇതാണ് എൻ്റെ വോൾട്ടേജ് വി ഓഫ് ടി. ഇതാവുമ്പോൾ സമയത്ത് ഇതിൻ്റെ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. നമുക്കൊരു ഡയറക്ഷൻ കാണിക്കാം, ഐ ഓഫ് ടി എന്ന് കാണിക്കാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലായി ഇത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുള്ളൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യാം. അപ്പൊ നമ്മളൊരു ഡയറക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ആയിട്ട് മാറിക്കോളും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എന്താ പറയാ, ഹിയർ ഓൾസോ വി ക്യാൻ റൈറ്റ് ദി ഓംസ് ലോ. ദാറ്റ് ഈസ് വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ, അഥവാ V is equal to R into I. So as we know the value of V, അല്ലെ, ഇത് നമുക്ക് അറിയുന്നതായിരുന്നു. ഇതിന് നമുക്ക് ഡി സിയുടെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. പക്ഷെ എ സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് എഴുതാം. V of t is proportional to I of t, അല്ലെങ്കിൽ വി ഓഫ് ടി ഈസ് ഈക്വൽ ടു, ഇവിടെ തെറ്റരുത്, ആർ ഓഫ് ടി എന്ന് എഴുതാൻ പറ്റില്ല, ആർ ഇൻറ്റു ഐ ഓഫ് ടി. റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറുമോ? ഇല്ല, റെസിസ്റ്റൻസിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അതിപ്പോൾ ഗോൾഡിൽ കൂടെയാണ് കടത്തി വിടുന്നതെങ്കിൽ അതിനൊരു കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് ഉണ്ടാവും. സിൽവറിൽ കൂടി കടത്തി വിടുകയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ അയണിൽ കൂടി കടത്തി വിടുകയാണെങ്കിൽ അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ആറ് ടൈമിനനുസരിച്ച് മാറില്ല, ആറ് കോൺസ്റ്റന്റ് ആണ്. സോ വി ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ ഓഫ് ടി. അപ്പൊ എങ്ങനെയാണെങ്കിൽ വി ഓഫ് ടി ഈസ് റെപ്രസെന്റഡ് ആസ് വി എം സൈൻ ഒമേഗ ടി. ഇതിൽ ഓരോ പാരാമീറ്ററും എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഐ ഓഫ് ടി എങ്ങനെ എഴുതാം? ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു, ഈ എക്സ്പ്രഷനിൽ നിന്നും യു ക്യാൻ റൈറ്റ് ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു വി ഓഫ് ടി ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതി കൂടെ. ദാറ്റ് ഈസ് വി ഓഫ് ടി ഈസ് വി എം സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാം. ഇതിൽ വി എം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഞാനിപ്പം ഇത് പ്രീവിയസ് കേസിൽ ഞാൻ 5 വോൾട്ട് എന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ് മാക്സിമം വാല്യൂ ആണ് വി എം. അപ്പൊ വി എം കോൺസ്റ്റന്റ് ആണ്, ആറും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വി എം ബൈ ആർ എന്നുള്ളതിന് എനിക്ക് ഐ എം എന്ന് എഴുതാം. വി എം ബൈ ആർ എന്നുള്ളതിന് എനിക്ക് ഐ എം എന്ന് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. I of t is equal to Im sin omega t. ഇങ്ങനെ വരും എക്സ്പ്രഷൻ. സോ ദിസ് ഇസ് ദ കേസ് വിത്ത് റെസ്പെക്ട് ടു യുവർ എ സി വോൾട്ടേജ് ആൻഡ് യുവർ എ സി കറണ്ട്. അപ്പൊ ഈ തൽക്കാലം ഈ ജനറൽ എക്സ്പ്രഷൻ മാത്രം ഓർത്ത് വെക്കുക. അതിൽ വി എം എന്താണ്, ഒമേഗ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന 2-3 സ്ലൈഡ് കഴിയുമ്പോൾ. സോ ദ ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് എൻ എ സി വോൾട്ടേജ് ഈസ് ദിസ്. ദിസ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് എ സി വോൾട്ടേജ് and this is the representation of AC current. Okay, any doubts? Clear ana? Okay, so I think it's clear. അതൊന്നും പറയുന്നില്ല.
Now we can see the different types of alternating waveforms. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള സൈൻ വേവ് നമ്മൾ ഓൾറെഡി കണ്ടു. ആ സൈൻ വേവിനകത്ത് ആദ്യം ആ സൈൻ വേവിനെ പറ്റി ഇവിടെ പറയാം. സൈൻ വേവിന് there is a positive peak and there is a negative peak. ഒരു പോസിറ്റീവ് പീക്കും ഉണ്ടാവും, ഒരു നെഗറ്റീവ് പീക്കും ഉണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ ടൈം, ഇതാണ് എൻ്റെ ആക്സിസ്. സോ ദിസ് ഈസ് 0. സോ ഈ പോസിറ്റീവ് പീക്ക് എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി ആസ് എൻ എക്സാമ്പിൾ വി ക്യാൻ ഷോ ഇറ്റ് ഈസ് 10 വോൾട്ട്. ഓക്കെ, നെഗറ്റീവ് പീക്ക് വരുന്ന സമയത്ത് ദാറ്റ് ഓൾസോ ഈസ് 10 വോൾട്ട്. സോ ഇറ്റ് ഈസ് മൈനസ്, ആക്ച്വലി ദിസ് ഇസ് നെഗറ്റീവ് 10 വോൾട്ട്. This value is plus 10 volt and this value is minus 10 volt. So you can see that the total swing is 20 volt. The total voltage swing, total voltage swing is 20 volt. Okay, അപ്പോൾ ജനറലി നമുക്ക് ഒരു എ സി വേവ് ഫോമിനെ പറ്റി നമുക്ക് എങ്ങനെ പറയാം? ഒരു പോസിറ്റീവ് ഇതിനകത്ത് സ്വിങ് വരുന്നത് 10 വോൾട്ടും നെഗറ്റീവിനകത്തൊരു സ്വിങ് വരുന്നത് 10 വോൾട്ടും ആണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് സ്വിങ് എന്ന് പറയുന്നത് 20 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു വേരിയേഷൻ ആണ് ടോട്ടൽ വോൾട്ടേജിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത്. 0-യിൽ നിന്നും പോസിറ്റീവായിട്ട് 10 വോൾട്ട് മൂവ് ചെയ്തു, 0-യിൽ നിന്നും നെഗറ്റീവായിട്ടും ഒരു 10 വോൾട്ട് മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 10-ൽ നിന്നും പോസിറ്റീവ് 10-ലേക്കാണ് വോൾട്ടേജ് വേരിയേഷൻ വരുന്നത്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് സ്വിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ വോൾട്ടേജ് സ്വിങ് എന്ന് പറയുന്നത് 10 വോൾട്ട് മൈനസ് 10 വോൾട്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള 10 വോൾട്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള -10 വോൾട്ട്. അപ്പൊ 10 മൈനസ് 10 ഈസ് ഈക്വൽ ടു 20. അതാണ് ഈ വോൾട്ടേജ് സ്വിങ് ആയിട്ട് ഇവിടെ 20 വോൾട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ഓരോന്നിനും പേരുണ്ട്. ഈ 10 വോൾട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് പീക്ക്, ഈ -10 എന്ന് പറയുന്നത് നെഗറ്റീവ് പീക്ക് വോൾട്ടേജ്, 20 വോൾട്ട് എന്ന് പറയുന്നത് പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്ന രീതിയിൽ പല പേരുകളുണ്ട്. അതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഈ സൈൻ വേവ് എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എ സി വേവ്. ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും വീട്ടിൽ നമുക്ക് അറിയാലോ, എല്ലാവർക്കും കിട്ടുന്നത് എ സി വോൾട്ടേജ് ആണ്. ആ എ സി വോൾട്ടേജിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് 230 വോൾട്ട് 50 ഹെർട്സ് സിഗ്നലാണ്. ഇതാണ് നമുക്ക് വീട്ടിൽ കിട്ടുന്ന എ സി വോൾട്ടേജ്. ഈ എ സി വോൾട്ടേജിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സൈൻ വേവ് ആണ്. സൈൻ ഷേപ്പാണ് നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന സിഗ്നലിന്റെ ഷേപ്പ്, എ സി സിഗ്നലിന്റെ. അപ്പൊ അത് എടുക്കാൻ പല പല കാരണങ്ങളുണ്ട്. എ സി സിഗ്നൽ എ സി വേവ് ഫോം ആയിട്ട് എടുക്കാൻ വേണ്ടി പല കാരണങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് കൂടാതെ തന്നെ നമുക്കുള്ള വേറെ ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോംസിന്റെ എക്സാമ്പിൾ ആണ് triangular wave. Here you can see that here the positive half cycle is this and negative half cycle is this. So positive half cycle and negative half cycle, the shape is of the form of a triangular wave. Triangle പോലെയാണ് ഇതിന്റെ ഹാഫ് സൈക്കിൾസ്. ഇതും ഒരു ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം ആണ്. അതിന് നമ്മൾ പറയുന്ന ഇതാണ് ട്രയാങ്കുലർ വേവ്. ദിസ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് എ സി സിഗ്നൽ. പിന്നെ ഉള്ള ഒരു കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എ സി സിഗ്നലാണ് സ്ക്വയർ വേവ് ഫോം എന്ന് പറയുന്നത്. ഈ നമുക്കറിയാം സൈൻ വേവിലാണെങ്കിലും ഞാൻ പറഞ്ഞു കുറേ വാല്യൂസ് ഉണ്ട്, പല സമയത്ത് പല വാല്യൂസ് ആണ് കിട്ടുക. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പല ടൈമിൽ പല വാല്യൂസ് ആണ് ഇതിന് കിട്ടുന്നത്. ട്രയാങ്കുലർ വേവ് ആണെങ്കിലും നോക്കിയാൽ അറിയാം പല സമയങ്ങളിൽ പല വാല്യൂ ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒന്നുകൂടെ ഞാനത് ക്ലിയർ ആക്കി തരാം. സൈൻ വേവ് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. സൈൻ വേവ് ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും ഈ ടൈം T1 ഇതാണ് ആ സിഗ്നലിന്റെ വാല്യൂ. T2 എന്ന ടൈം എടുത്തപ്പോൾ ഇതാണ് സിഗ്നലിന്റെ വാല്യൂ. T3 എടുത്തപ്പോൾ ഇതാണ് സിഗ്നലിന്റെ വാല്യൂ. T4 എടുത്തപ്പോൾ ഇതാണ് സിഗ്നലിന്റെ വാല്യൂ. T5 എടുത്തപ്പോൾ ഇതാണ് സിഗ്നൽ വാല്യൂ. കേട്ടോ, ഒരിക്കലും T1 ഈസ് നോട്ട് ഈക്വൽ ടു T2, നോട്ട് ഈക്വൽ ടു T3, നോട്ട് ഈക്വൽ ടു T4, നോട്ട് ഈക്വൽ ടു T5. ഈ ടൈമും സെയിം അല്ല, ആ സമയത്തുള്ള വാല്യൂസും സെയിം അല്ല. T1 സമയത്തുള്ള വാല്യൂ എന്താ? V of T1. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു V of T2. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു V of T3. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു V of T4.
ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു വി ഓഫ് T5. അപ്പോൾ പല സമയത്ത് പല വാല്യൂ ആണ് ഇതിന് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആണ് ഒരു AC സിഗ്നലിനുള്ളത്. ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസിൽ ഒരു പർട്ടിക്കുലർ വേവ് ഫോമിന് മാത്രമാണ് അതിന് വേരിയേഷൻ ഉള്ളത്. അതിനെയാണ് നമ്മൾ സ്ക്വയർ വേവ് ഫോം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഇതൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്, ഇതൊരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് എപ്പോഴും 5 വോൾട്ട്, 5 വോൾട്ടിന് എക്സാമ്പിൾ എടുത്താണ്, ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. 5 വോൾട്ട് ആണ് കേട്ടോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. എപ്പോൾ നോക്കിയാലും 5 വോൾട്ട്. ഇതിനകത്ത് ഏത് ടൈം പോസിറ്റീവ് ഹാഫ് സൈക്കിളിനകത്ത് നിങ്ങൾ ഏത് ടൈം എടുത്താലും ആ സമയത്ത് സിഗ്നലിന്റെ വാല്യൂ 5 വോൾട്ടാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോ സിഗ്നലിന്റെ വാല്യൂ -5 വോൾട്ടാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഏത് ടൈം പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ സമയത്ത് സിഗ്നലിന്റെ വാല്യൂ -5 വോൾട്ടാണ്. അപ്പൊ സ്ക്വയർ വേവ് ഫോമിന് ആകെ 2 വാല്യൂസേ ഉള്ളൂ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു വാല്യൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു വാല്യൂ. സൈൻ വേവിന് അങ്ങനെയല്ല. സൈൻ വേവിന് എത്രയുണ്ട്? ഇൻഫിനിറ്റ് വാല്യൂസ് ആണ് ഉള്ളത്. ഇതിന്റെ വോൾട്ടേജ് വാല്യൂസ് ഇൻഫിനിറ്റ് ആണ്. ട്രയാങ്കുലർ വേവ് ഫോം എടുത്താലും ഇൻഫിനിറ്റ് ആണ്. സോട്ടൂത്ത് വേവ് ഫോം എടുത്താലും ഇൻഫിനിറ്റ് ആണ്. ട്രപ്പിസോഡൽ വേവ് ഫോം എടുത്താലും ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് വേറെ 2 എക്സാമ്പിൾ ആണ്. ട്രപ്പിസോഡൽ വേവ് ഫോം ആണെങ്കിൽ ഒരു ട്രപ്പിസോഡൽ ഫോമിലായിരിക്കും നിങ്ങളുടെ വേവ് ഫോം ഉണ്ടാവുക. സോട്ടൂത്ത് വേവ് ഫോം എന്ന് പറയുമ്പം ഇതൊരു നമ്മുടെ സോ ടൂത്ത് പോലെ, അതായത് സോ ടൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈർച്ച വാളില്ലേ, ഈർച്ച വാളിന്റെ പല്ല് പോലെയാണ് ഈ വേവ് ഫോം ഉള്ളത്. അപ്പൊ അത് സോ എന്ന് പറഞ്ഞാൽ ഈർച്ച വാള്, ടൂത്ത് എന്ന് പറഞ്ഞാൽ പല്ല്. അപ്പൊ ഈർച്ച വാളിന്റെ പല്ല് പോലത്തെ വേവ് ഫോം ആണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ പോയിന്റ് മുതൽ, അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഇത്രയും സ്ഥലങ്ങളിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആണ് ആ സിഗ്നലിനുള്ളത്. ഉണ്ടോ? അപ്പം ഇവിടെ മാത്രമാണ് അത് ഇങ്ങോട്ടേക്ക് താഴെ വരുന്നത്. വീണ്ടും ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ വീണ്ടും ഇൻഫിനിറ്റ് വാല്യൂസ് ആണുള്ളത്. അപ്പോൾ സൈൻ വേവ് എടുക്കുമ്പോൾ അതിന് ഇൻഫിനിറ്റ് വാല്യൂസ് ഉണ്ട്. ട്രയാങ്കുലർ വേവ് എടുത്തപ്പോൾ അതിന് ഇൻഫിനിറ്റ് വാല്യൂസ് ഉണ്ട്. ട്രപ്പസോഡൽ വേവ് ഫോം എടുത്തപ്പോൾ ഇൻഫിനിറ്റ് വാല്യൂസ് ഉണ്ട്. സോട്ടൂത്തിന് ഇൻഫിനിറ്റ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു കൊസൈൻ വേവും ഒരു ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം ആണ്, അതിനും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്. പക്ഷെ സ്ക്വയർ വേവ് അതിനൊരു AC സിഗ്നൽ ആണ് സ്ക്വയർ വേവും, പക്ഷെ അതിന് ഒരു വ്യത്യാസമുണ്ട്. അതിന് 2 വോൾട്ടേജ് വാല്യൂസ് ഉള്ളൂ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു സിംഗിൾ വാല്യൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വേറൊരു സിംഗിൾ വാല്യൂ. ഓക്കെ, അപ്പോൾ AC വേവ് ഫോംസ് നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒരു സിമ്പിൾ വേവ് ഫോം എന്ന് പറയാം. സിമ്പിൾ വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എടുത്ത പോലെ തന്നെ സൈന്, സ്ക്വയർ, കൊസൈന്, ട്രയാങ്കുലർ, സോട്ടൂത്ത്, ഇതെല്ലാം സിമ്പിൾ വേവ് ഫോംസ് ആണ്. അത് കൂടാതെ തന്നെ ദർ ക്യാൻ ബി കോംപ്ലക്സ് വേവ് ഫോംസ് ഓൾസോ. ഓക്കെ, കോംപ്ലക്സ് വേവ് ഫോംസ് ഉണ്ടാവും. അപ്പോൾ കോംപ്ലക്സ് വേവ് ഫോം എന്ന് പറയുമ്പോൾ നമുക്കൊരു സിംഗിൾ എക്സ്പ്രഷനകത്ത് നമുക്കത് കാണിക്കാൻ പറ്റാത്ത സിഗ്നൽസിനെയാണ് നമ്മൾ കോംപ്ലക്സ് വേവ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലക്സ് വേവ് ഫോം എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിലേക്ക് വരാം. സോ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ കോംപ്ലക്സ് വേവ് ഫോംസ് ആർ ദോസ് വേവ് ഫോംസ് വിച്ച് ഡിപ്പാർട്ട് ഫ്രം ദ ഐഡിയൽ സിനുസോഡൽ വേവ് ഫോം. ഒരു നോർമൽ സിനുസോഡൽ വേവ് ഫോമിൽ നിന്നും വ്യത്യാസം ഉള്ള അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ഒരു വേവ് ഫോമിനെയാണ് നമ്മൾ കോംപ്ലക്സ് AC വേവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്യുവർ സൈൻ വേവ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ വേവ് ഫോം ആണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡോട്ടഡ് ലൈനിൽ ശ്രദ്ധിച്ചാൽ മതി. ഡോട്ടഡ് ലൈനിൽ ആദ്യം ഒരു ഡോട്ടഡ് ലൈനിൽ ഒരു സൈൻ വേവ് കാണിച്ചിട്ടുണ്ട്, വേറെ ഡോട്ടഡ് ലൈനിൽ വേറൊരു സൈൻ വേവ് കാണിച്ചിട്ടുണ്ട്. ഈ 2 സൈൻ വേവുകളും കൂടി ചേർന്നപ്പോഴാണ് എനിക്ക് എൻ്റെ കോംപ്ലക്സ് വേവ് ഫോം കിട്ടുന്നത്. അപ്പോൾ കോംപ്ലക്സ് വേവ് ഫോമിനെ ഞാൻ തിക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നോർമൽ സൈൻ വേവിൻ്റെ കൂടെ നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു സെറ്റ് ഓഫ് അതർ സൈൻ വേവ്സ് ആഡ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു കോംപ്ലക്സ് വേവ് ഫോം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹാർമോണിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഹാർമോണിക് എന്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ, അത് ശ്രദ്ധിക്കണം, ഈ കൺസെപ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. എൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത് 50 ഹെർട്സ് സിഗ്നൽ ആണെന്ന് വിചാരിക്കാം. ഇവിടുത്തെ എക്സാമ്പിൾ എടുക്കാം. ഈ 50 ഹെർട്സിന്റെ ഇരട്ടി 100 ഹെർട്സ്. 100 ഹെർട്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഹാർമോണിക് ആണെന്നാ പറയുന്നത്. ഹാർമോണിക് എന്ന് പറഞ്ഞാൽ അതിന്റെ മൾട്ടിപ്പിൾ ആണ് നമ്മൾ ഹാർമോണിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഇതിനകത്ത് ഈ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയതിനെ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് കോൾഡ് ദ സെക്കൻഡ് ഹാർമോണിക്. ഇനി ഞാൻ ഇപ്പം ഇതിനെ × 2 ആണ് കേട്ടോ, ഇത് × 2 ആണത്. ഓക്കെ,
ഞാൻ ഇതേ 15 ഞാൻ ഇൻറ്റു 3 ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? 150 ഹെർട്സ് ആണ് കിട്ടുക. ഞാൻ ഇൻറ്റു 3 ചെയ്തത് കൊണ്ട് ഇത് എന്തായിരിക്കും? ദിസ് വിൽ ബി ദ തേർഡ് ഹാർമോണിക്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ വേവ് ഫോമിനകത്ത് ഇത് 2 സിഗ്നലുകളുടെ സമ്മാണ്. അതായത് എൻ്റെ ബേസിക് സിഗ്നലായ 50 ഹെർട്സ് സിഗ്നലിന്റെ കൂടെ ഇതിന്റെ തേർഡ് ഹാർമോണിക് ആയ 150 ഹെർട്സും കൂടി ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ കണ്ടോ, ഇവിടെ കാണിച്ചിരിക്കുന്ന ആദ്യം കാണിച്ചിട്ടുണ്ട് വലിയൊരു വേവ് ഫോം. ആ വലിയ വേവ് ഫോം എന്ന് പറയുന്നത് 50 ഹെർട്സ് സിഗ്നലാണ്. അതിന്റെ അകത്ത് കാണിച്ചിരിക്കുന്ന കുഞ്ഞ് വേവ് ഫോം 150 ഹെർട്സ് സിഗ്നലാണ്. ആ ഫ്രീക്വൻസിയിലേക്ക് ഞാൻ വരുമ്പോൾ അത് ഒന്നുകൂടെ ക്ലിയർ ആവും. ആ 150 ഹെർട്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റലിന്റെ തേർഡ് ഹാർമോണിക് ഇൻറ്റു 3 ചെയ്തപ്പോൾ കിട്ടിയതാണ്. ആ 2 എണ്ണം കൂടെ ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ബോൾഡ് ആയിട്ടുള്ള സിഗ്നൽ കിട്ടി. ആ ബോൾഡ് ആയിട്ടുള്ള സിഗ്നലാണ് നമ്മളുടെ കോംപ്ലെക്സ് വേവ് ഫോം. ഓക്കെ, so these waves of high frequencies are called harmonics, and if the fundamental frequency is 50 Hz, the frequency second harmonics, etc. etc. അപ്പോൾ എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് വേവ് ഫോം കിട്ടുന്നത്? ഈ കോംപ്ലക്സ് വേവ് ഫോംസും AC വേവ് ഫോംസ് ആണ്. അതിന് ഈക്വൽ ആയിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഈ പല ഫ്രീക്വൻസീസ് ഉണ്ട്. ഈ പല ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് കിട്ടുന്നത്. അത് ഫണ്ടമെന്റൽ സിഗ്നൽ ഉണ്ടാവും, അതിൻ്റെ സെക്കൻഡ് ഹാർമോണിക്കോ തേർഡ് ഹാർമോണിക്കോ ഫോർത്ത് ഹാർമോണിക്കോ ഏത് വേണമെങ്കിലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോംപ്ലക്സ് വേവ് ഫോം ആണ്. ദാറ്റ് കോംപ്ലക്സ് വേവ് ഫോം ഓൾസോ ഈസ് an AC signal. Is it clear? So now we can move into the next phase, that is representation of sinusoidal signal. ഒരു സിനുസോയിഡൽ സിഗ്നൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഓർത്ത് വെച്ചേ പറ്റുള്ളൂ. ഞാനത് പറഞ്ഞു, ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളായിട്ട് കാണിച്ചിരിക്കുകയാണ്, ഇതിനെ ഞാൻ നെഗറ്റീവ് ഹാഫ് സൈക്കിളായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തുടങ്ങി അവസാനിച്ച് ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ തുടങ്ങി അവസാനിക്കുന്നതാണ് എൻ്റെ ക്യാപിറ്റൽ ടി. ആ ക്യാപിറ്റൽ ടി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം നിങ്ങളത് ടി എന്ന് ആലോചിക്കും. ദിസ് ഇസ് ക്യാപിറ്റൽ ടി. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ പകുതിയാണല്ലോ ഈ പോയിന്റ്. അപ്പം ദിസ് പോയിന്റ് വിൽ ബി ഹാഫ് ഓഫ് ടി. ദിസ് ഈസ് ടി ബൈ 2. ഈ ടി ബൈ 2ന്റെ പകുതിയാണല്ലോ ഈ പോയിന്റ്. സോ ദിസ് പോയിന്റ് ഈസ് ടി ബൈ 4. ഓക്കെ, അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഫുൾ എടുത്ത് കഴിയുമ്പം ആ പർട്ടിക്കുലർ പോയിന്റ് ടി. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിയുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? ടീന്റെ പകുതിയായിരിക്കും. അപ്പൊ എനിക്ക് മാക്സിമം വാല്യൂ കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ടി ബൈ 2ന്റെ പകുതിയായിരിക്കും. അതാണ് ടി ബൈ 4. അതാണ് ടി ബൈ 4. ക്ലിയർ ആണല്ലോ? അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയാവുമ്പം ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താ കിട്ടുക? ടി ബൈ 2 പ്ലസ് ടി ബൈ 4 ആണ്. ടി ബൈ 2 പ്ലസ് ടി ബൈ 4 ഈസ് 3 ടി ബൈ 4. അപ്പൊ അതാണ് അതിന്റെ ടൈം ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ അങ്ങനെ വേണം മാർക്ക് ചെയ്യാൻ. അപ്പൊ നമ്മളൊരു സൈൻ വേവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇങ്ങനെ എടുത്തു, നമ്മൾ ഇതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് വരച്ചു. ഇത് ടി ആയിട്ട് മാർക്ക് ചെയ്യണം, ഇതിനെ ടി ബൈ 2 ആയിട്ട് മാർക്ക് ചെയ്യണം. ഈ മാക്സിമം പീക്ക് കിട്ടുന്നത് ടി ബൈ 4 ആയിട്ട്. ഈ വാല്യൂ എന്ന് പറയുന്നത് ടി ബൈ 2 പ്ലസ് ടി ബൈ 4 ആണ്, അതായത് 3 ടി ബൈ 4. This is I am plotting with respect to time. Okay. ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്ന നെക്സ്റ്റ് ഇതാണ്. ഇപ്പോഴാണ് ഞാൻ ഒമേഗ എന്താന്ന് പറയാൻ പോകുന്നത്. This omega is called this omega is actually known as angular frequency. This omega is known as angular frequency. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി എന്താണ് എന്നുള്ള ടേം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, അതിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ ഒമേഗ എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ ആസ് ദി ആംഗുലാർ ഫ്രീക്വൻസി.
നമ്മൾ ജസ്റ്റ് നമ്മൾ ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞു, ഒരു 50 ഹെർട്സ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആ 50 ഹെർട്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു 1 കിലോ ഹെർട്സ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആ 1 കിലോ ഹെർട്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്. സോ ഇഫ് എഫ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ദ ഫ്രീക്വൻസി, omega is equal to 2 pi f is the angular frequency. This is the angular frequency. അപ്പം എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണെങ്കിൽ 2 pi f എന്ന് പറയുന്നതാണ് നമ്മളുടെ ആംഗുലാർ ഫ്രീക്വൻസി. ഇറ്റ് ഈസ് ആക്ച്വലി നോൺ ആസ് ദി ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, അപ്പം ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഇതേ സിഗ്നലിനെ ടൈമിന് പകരം നമുക്ക് ഒമേഗ ടി വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഒമേഗ ഇസ് ദ ആംഗുലാർ ഫ്രീക്വൻസി, ടി ഇസ് ദ ടൈം ഇറ്റ് സെൽഫ്. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഈ സൈൻ വേവിനെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഓക്കെ, സോ പോസിറ്റീവ് നെഗറ്റീവ്. ഇപ്പം ഒരു പോസിറ്റീവും കഴിഞ്ഞു, ഒരു നെഗറ്റീവും കഴിഞ്ഞു, ഇനി വീണ്ടും അടുത്ത പോസിറ്റീവ് വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പം ഈ പോയിന്റിന് ടൈം ക്യാപിറ്റൽ ടീന് കറസ്പോണ്ടിങ് ആയിട്ട് നേരെ താഴെ വരാൻ പോകുന്നത് 2 പൈ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങളിപ്പോൾ ഒരു സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് അല്ലെ. ഒരു കംപ്ലീറ്റ് ഒരു സർക്കിളിന്റെ ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. സെമി സർക്കിൾ 180 ഡിഗ്രി, ഫുൾ സർക്കിൾ 360 ഡിഗ്രി നമുക്കറിയാം. അപ്പൊ 2 പൈ എന്ന് പറഞ്ഞാൽ അത് 360 ആണെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് 2 പൈ. ഇപ്പൊ ടീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2 പൈ. അപ്പൊ ടി ബൈ ടുന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ഉണ്ടാവുക? 2 പൈ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഇസ് ആക്ച്വലി പൈ അല്ലെ. ഇപ്പൊ ടി ബൈ 4 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? 2 പൈ ഡിവൈഡഡ് ബൈ 4. സോ ദിസ് ഇസ് ആക്ച്വലി പൈ ബൈ 2. അപ്പൊ 3 ടി ബൈ 4 കറസ്പോണ്ടിങ് എന്താ കിട്ടുക? 3 പൈ ബൈ 2. ഇതാണ് ഒരു സിനുസോയ്ഡൽ വേവ് ഫോമിന്റെ രണ്ട് രീതിയിലുള്ള റെപ്രസെന്റേഷൻ. ടൈം റെപ്രസെന്റേഷൻ ആകുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവും നെഗറ്റീവും കഴിയുമ്പോൾ ക്യാപിറ്റൽ ടി. അപ്പോൾ ഒരു പോസിറ്റീവ് കഴിയുമ്പോൾ അത് ടി ബൈ 2. അപ്പോൾ പോസിറ്റീവിന്റെ പീക്ക് ടി ബൈ 4, നെഗറ്റീവിന്റെ മാക്സിമം 3 ടി ബൈ 4. ഇതേ സംഭവം തന്നെ നമുക്ക് ആംഗുലാർ ഫ്രീക്വൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മളുടെ ആക്സിസ് എന്ന് പറയുന്നത് ഒമേഗ ടി ആയിരിക്കും. ഞാൻ പറയാൻ പോയൊരു കാര്യം, ഈ ഒമേഗയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഒമേഗ എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്കും ഒമേഗ ടീന്റെ എന്തായിരിക്കും? ഒമേഗ ടീന്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് ഒമേഗ ടി ഈസ് യൂണിറ്റ് ഓഫ് ഒമേഗ എന്താണ്? റേഡിയൻസ് പെർ സെക്കൻഡ് ഇൻറ്റു ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഈ സെക്കൻഡും ക്യാൻസൽ ആവും. ഒമേഗ ടിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. അപ്പൊ ഇവിടെ ടൈം ഈസ് ഡിനോട്ടഡ് ഇൻ സെക്കൻഡ് ആൻഡ് ഒമേഗ ടി ഈസ് ഡിനോട്ടഡ് ഇൻ റേഡിയൻ. അപ്പൊ അതുകൊണ്ടാണ് റേഡിയൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ, 0 മുതൽ 2 പൈ വരെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് മാക്സിമം കിട്ടുന്നത് പൈ ബൈ 2, പോസിറ്റീവ് പീക്ക് തീരുന്നത് പൈ, നെഗറ്റീവ് മാക്സിമം കിട്ടുന്നത് 3 പൈ ബൈ 2, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ തീരുന്നത് 2 പൈ. അപ്പൊ ഇതിനെ തന്നെ നമുക്ക് റേഡിയനിലുള്ളതിന് പകരം ഡിഗ്രിയിലും റെപ്രസെന്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് അറിയാം, പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി, 3 പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രി, 2 പൈ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി. ദിസ് ഈസ് റെപ്രസെന്റഡ് ഇൻ ഡിഗ്രി. അപ്പൊ ഈ രണ്ട് റെപ്രസെന്റേഷൻ നമ്മൾ പല സമയങ്ങളിലും മാറി മാറി ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇത് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനകത്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് ആണ് എന്നുണ്ടെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് 2 പൈ എഫ്. എഫ് ഫ്രീക്വൻസി ആണ്, അതിനെ 2 പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി കിട്ടും. ആംഗുലർ ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ ടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ടോട്ടൽ ടൈമിനെ നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തീരുന്നത് ടി ബൈ 2, പോസിറ്റീവ് പീക്ക് കിട്ടുന്നത് ടി ബൈ 4, നെഗറ്റീവ് പീക്ക് കിട്ടുന്നത് 3 ടി ബൈ 4.
അപ്പം നമ്മൾ ടിക്ക് റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒമേഗ ടിയിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഒമേഗ ടിന്റെ യൂണിറ്റ് എന്താവും? ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ ഒമേഗ ടിന്റെ യൂണിറ്റ് റേഡിയൻ. അപ്പോൾ ഒരു ഫുൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ തീരുന്നത് 2πയിലായിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തീരുന്നത് അതിന്റെ പകുതിയിൽ പൈയിൽ, പോസിറ്റീവ് പീക്ക് കിട്ടുന്നത് π/2, നെഗറ്റീവ് പീക്ക് കിട്ടുന്നത് 3π/2. സംശയമില്ലല്ലോ? ഇത് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ടെർമിനോളജീസ് പറയാൻ പറ്റും. ഫസ്റ്റ് ടെർമിനോളജി ഈസ് നോൺ ആസ് എ സൈക്കിൾ. നമ്മൾ ഈ പറഞ്ഞതിന് ഇനി പെട്ടെന്ന് ഓരോന്നോരോന്ന് എന്താന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു കംപ്ലീറ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു കംപ്ലീറ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, റൈറ്റ് ഹാൻഡ് സൈഡിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കാണിച്ചിട്ടുണ്ട്, ഇതിൽ നെഗറ്റീവ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ പറയാ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഒരു സൈക്കിളിന്റെ പകുതി. ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഒരു സൈക്കിളിന്റെ പകുതി. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ, ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ദിസ് ബിക്കംസ് എ ഫുൾ സൈക്കിൾ. സോ ഹൗ കൻ യു ഡിഫൈൻ എ സൈക്കിൾ? The complete set of positive and the subsequent set of negative values of an alternating quantity is called as a cycle. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി എഴുതി, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തീരുന്നത് T/2ലാണ്, പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ തീരുന്നത് Tയിലാണ്. അപ്പോൾ ഹൗ കൻ യു ഡിഫൈൻ എ സൈക്കിൾ? എ സൈക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ് ക്യാപിറ്റൽ T സെക്കൻഡ്സ്. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ T എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് അതിന്റെ സൈക്കിൾ ആണെന്നാണ്. ഓക്കെ, ഇതിന്റെ സൈക്കിൾ. So this T is known as the time period. The time taken for the alternating quantity to complete one cycle is known as the time period. അപ്പോൾ നമ്മൾ ഒരു സൈക്കിൾ എന്നുള്ളതിന് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് ടൈം പീരീഡ് വെച്ചിട്ടാണ്. ആ ടൈം പീരീഡിനാണ് നമ്മൾ ക്യാപിറ്റൽ T എന്ന് പറയുന്നത്. അത് എപ്പോഴും സെക്കൻഡ്സിലായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ച പോലെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തീരുന്നത് T/2, ഒരു ഫുൾ സൈക്കിൾ തീരുന്നത് Tയിൽ. അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഈ സെയിം സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ആ രണ്ടാമത്തെ സംഭവം റിപ്പീറ്റ് ചെയ്ത് തീരുന്നത് എപ്പോഴാ? T+T 2Tയിലായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സൈക്കിൾ. സോ ദാറ്റ് വിൽ റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ്. അപ്പൊ 2 സൈക്കിൾ തീരുമ്പോൾ 2T, 3 സൈക്കിൾ തീരുമ്പോൾ 3T, 10 സൈക്കിൾ തീരുന്നത് 10T. ആൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഈസ് നോൺ ആസ് ദ ടൈം പീരീഡ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇനി ടൈം പീരീഡ് വെച്ചിട്ടായിരിക്കും ഓരോ സൈക്കിളിനെയും നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് യു മീൻ ബൈ ദ ഫ്രീക്വൻസി? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് മെയ്ഡ് ബൈ ദ കറന്റ് ഓർ വോൾട്ടേജ് ഇൻ 1 സെക്കൻഡ് ഈസ് നോൺ ആസ് ദ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിളുകളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ടോട്ടൽ ടൈം ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളത് 1 സെക്കൻഡ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ തുടങ്ങി ഇവിടെ തീർന്നു. ഇത് ഒരു സൈക്കിൾ. അപ്പൊ ഒരു സൈക്കിൾ തുടങ്ങുമ്പോൾ 0 എന്ന് തുടങ്ങി 0 എന്ന് തുടങ്ങണമെന്നില്ല. എവിടെ നിന്നാണോ നമ്മൾ തുടങ്ങുന്നത്. ഇപ്പൊ ഞാൻ എടുത്തത് പോസിറ്റീവ് പീക്കിൽ നിന്നാണ്. ഒരു പോസിറ്റീവ് പീക്കിൽ നിന്ന് എടുത്താൽ ആ അടുത്ത പോസിറ്റീവ് പീക്ക് എത്തുമ്പോഴത്തേക്കും ഒരു സൈക്കിളായി. ഇനി വീണ്ടും ഈ പോസിറ്റീവ് പീക്കിൽ നിന്നും അടുത്ത പോസിറ്റീവ് പീക്കിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇത് വേറൊരു സൈക്കിളായി. ഈ പോസിറ്റീവ് പീക്കിൽ നിന്നും ഈ പോസിറ്റീവ് പീക്കിലേക്ക് എത്തുമ്പോൾ വീണ്ടും അടുത്ത ഒരു സൈക്കിളായി. ഈ പോസിറ്റീവ് പീക്കിൽ നിന്ന് ഈ പോസിറ്റീവ് പീക്കിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരു സൈക്കിളായി. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് ആണ് എന്നുള്ളതിന്റെ കൗണ്ടിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെക്കൻഡിൽ എത്ര. അപ്പം ഇതിനകത്ത് നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 second is equal to 4. So the frequency is 4 hertz. So the frequency is 4 hertz. Alekka frequency the unit hertz ആണ്. അപ്പോൾ സിമ്പിൾ ആണ്. നമ്പർ ഓഫ് സൈക്കിൾസ് ഹാപ്പനിങ് ഇൻ 1 second is known as the frequency. So how can you define
So ഒന്നുകൂടെ നോക്കാം. Number of cycles made by the current or voltage in 1 second is known as the frequency. So how can you represent, or how can you relate the frequency and the time period? That is also very important. So F is equal to 1 divided by T. T എന്തായിരുന്നു നമ്മുടെ ടൈം പീരീഡ്. ടൈം പീരീഡ് എന്താ? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം. അപ്പൊ നമ്മൾ ഈ എക്സാമ്പിൾ എടുക്കുക. ഒരു സെക്കൻഡിനകത്ത് എനിക്ക് 4 സൈക്കിൾസ് വന്നു. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ എത്രയാ? 4/1 അല്ലെ? ഒരു സെക്കൻഡില് എനിക്ക് 4 സൈക്കിൾസ് ഉണ്ട് അല്ലെ? അപ്പോൾ ഒരു സൈക്കിളിന് വേണ്ട സമയം എത്രയാ? 1 divided by 4, അത്രയും സെക്കൻഡ്സ്. 1 divided by 4 seconds. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്ട്ലി നമുക്ക് എഴുതാം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആണ്, ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/4 ആണ്. സോ ജനറലി ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t അഥവാ t ഈസ് ഈക്വൽ ടു 1/f, where f is the frequency of the signal and capital T is the time period of the signal. ക്ലിയർ? നമുക്ക് ഒരു ടെർമിനോളജിയും കൂടെ, 2 ടെർമിനോളജി പറഞ്ഞിട്ട് നിർത്താം. Next one is the amplitude. Amplitude is very easy for you. നമുക്ക് അറിയുന്നതാണ്. The instantaneous value taken by the waveform at various time instants. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ഈ സംഭവം. ഞാനൊരു സൈൻ വേവ് എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി കാണിച്ചു, ഞാൻ ജസ്റ്റ് ഇത് ഒന്നുകൂടെ കാണിക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൈം ഞാൻ എടുത്തു T1. ഈ സമയത്തുള്ള വാല്യൂ ആണ് V of T1 അല്ലേ? ഞാൻ T2 എന്ന വേറൊരു ടൈം എടുത്തു. ഈ സമയത്തുള്ള ആംപ്ലിറ്റ്യൂഡ് ആണ് V of T2. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന വാല്യൂസിന് നമ്മൾ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ സിഗ്നലിന്റെ സ്ട്രെങ്ത് എത്രയാണ്, അല്ലെങ്കിൽ ആ സിഗ്നലിന്റെ വോൾട്ടേജ് എത്രയാണ്, അല്ലെങ്കിൽ ആ സിഗ്നലിന്റെ കറണ്ട് എത്രയാണ്, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടൈമിലും എത്രയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആ ടൈം എടുക്കുക, ആ ടൈം നേരെ ഇപ്പം ഞാൻ കാണിച്ച പോലെ സിഗ്നലിൽ കൊണ്ടുപോയി മുട്ടിക്കുക, എന്നിട്ട് അവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് വരിക, y ആക്സിസിലേക്ക് വരിക. ആ y ആക്സിസിൽ നിന്ന് നമുക്ക് എത്രയാണ് അതിന്റെ വാല്യൂ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഓരോ സമയത്തും സിഗ്നൽ എടുക്കുന്ന ഇൻസ്റ്റന്റേനിയസ് വാല്യൂസിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു കുറേ ടൈം ഇൻസ്റ്റൻസുകൾ ഉണ്ട്. ഓരോ ടൈം ഇൻസ്റ്റൻസിലും ആ സിഗ്നലിന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്. സോ വാട്ട് വി ക്യാൻ സീ ദാറ്റ് there are infinite amplitude values. അപ്പോൾ ഒരു AC ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. DC സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുള്ളൂ. AC സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിന് ഇൻഫൈനൈറ്റ് ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് ഉണ്ടാവും. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഈ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ പീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് അല്ലെ? ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്, ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. ഈ പോസിറ്റീവ് പീക്കിൽ നിന്നും അടുത്ത പോസിറ്റീവ് പീക്ക് വരെയാണ് നമ്മുടെ പീരീഡ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കാണിക്കാം. ഈ പോയിന്റിൽ നിന്നും അല്ലെ, പോസിറ്റീവ് പീക്ക് തുടങ്ങുന്ന പോയിന്റിൽ നിന്നും അടുത്ത പോസിറ്റീവ് പീക്ക് തുടങ്ങുന്ന വരെയാണ് ഒരു സൈക്കിൾ. ആ സൈക്കിൾ ആണ് എൻ്റെ പീരീഡ്. ഓക്കെ, ഈ പോസിറ്റീവ് സൈക്കിളിന്റെ മാക്സിമം വാല്യൂവിനെയാണ് ഞാൻ പോസിറ്റീവ് പീക്ക് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് പോസിറ്റീവ് പീക്ക്. അതേപോലെ ഈ നെഗറ്റീവ് സൈക്കിളിന്റെ മാക്സിമം വാല്യൂവിനെയാണ് ഞാൻ നെഗറ്റീവ് പീക്ക് എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ മാക്സിമം വാല്യൂവിന് പോസിറ്റീവ് പീക്ക് എന്നും നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ മാക്സിമം വാല്യൂവിന് നെഗറ്റീവ് പീക്ക് എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കുള്ള ടോട്ടൽ വാല്യൂവിനെ ഞാൻ എന്ത് പറയും? ദിസ് ഈസ് നോൺ ആസ് പീക്ക് ടു പീക്ക്. ഒരു പീക്കിൽ നിന്നും അടുത്ത പീക്കിലേക്കുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ പോസിറ്റീവ് പീക്കിന്റെ വാല്യൂ ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നാണത് +10 ആണ്. നെഗറ്റീവ് പീക്കിന്റെ വാല്യൂ -10 ആണെങ്കിൽ പീക്ക് ടു പീക്കിന്റെ വാല്യൂ 10 - -10 20 വോൾട്ട് ആയിരിക്കും.
Yes, how can you define a peak value? The maximum value is the magnitude of the maximum positive or negative value of the alternating quantity, and that is known as the peak value. So, one peak value minus the next peak value, positive peak value minus negative peak value is called the peak to peak value. So, peak to peak value is positive peak value minus negative peak value. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. നമ്മൾ നാളത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു എ സി സിഗ്നലിന്റെ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ്, എന്താണ് ഒരു എ സി സിഗ്നലിന്റെ ആവറേജ് വാല്യൂ, എന്താണ് ഒരു എ സി സിഗ്നലിന്റെ RMS വാല്യൂ, എക്സെട്ര എക്സെട്ര. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും. കാരണം ഒരു ക്ലാസ്സിൽ പറയുന്നതിന്റെ കണ്ടിന്യൂ